ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മത്തി ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു 6 മത്തി എടുത്തിട്ടുണ്ട്, അതായത് ചാള. എന്നിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് ഒന്ന് ചരിച്ചിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഇവിടെ കടപ്പുറ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല മീൻ കിട്ടും. അപ്പോൾ ഞാൻ സൈഡിലെ മുള്ളും ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി എടുത്താലും മതിയാവും. ഇനി നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ കുരുമുളക് ഇവിടെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കാന്താരിമുളകും കൂടി ഇട്ട് അരച്ചാൽ കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ എരിവും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുത്തതും നമ്മൾ എടുത്തു വെച്ച മുളകും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ദാ നമ്മുടെ മത്തി കുട്ടന്മാരെല്ലാം നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ വരഞ്ഞില്ലേ അതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ മത്തിക്കുട്ടന്മാരെ എടുത്തിട്ട് നമ്മൾ ആ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആദ്യം നമുക്കൊരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കാം, അല്ലെങ്കിൽ പുറം പെട്ടെന്ന് മുരിയും, ഉള്ളു വേവില്ല. അപ്പോൾ ദാ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ എണ്ണയിലേക്ക് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മസാല കുഴക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് പാകത്തിനാണോ പുളി പാകത്തിനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തൊട്ട് നാവിൽ വെച്ച് നോക്കുക. ഇവിടെ വട മത്തിക്കുട്ട, എന്താ ഇത്ര മടി? മത്തിയുടെ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് നല്ല മുരുമുരാന്നിരിക്കണം, എനിക്കതാണ് ഇഷ്ടം. ഇത് പക്ഷെ ഞാൻ കുറച്ചൊന്നും അധികം അങ്ങോട്ട് മുരിച്ചിട്ടില്ല. അപ്പോൾ 2 ഭാഗവും നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ വറുത്ത മസാലയൊക്കെയുള്ള എണ്ണയില്ലേ അതിലേക്ക് ഒരു സവാള ഞാൻ അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം അതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ എനിക്കിവിടെ കറിവേപ്പില ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പക്ഷെ അതെടുത്തപ്പോഴേക്കും ഉണങ്ങി അത് പൊടിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആ സവാളയിലൊന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് ഇടുക, കാരണം ഉപ്പും മുളകൊക്കെ ഓൾറെഡി ആ എണ്ണയിലുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു പുളി നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ടാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കിടന്ന് മൊരിഞ്ഞോട്ടെ. ആ പുളിയും ആ ഉപ്പൊക്കെ നന്നായിട്ട് ആ സവാളയിലേക്ക് ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ സവാള വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചുറ്റിനും ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ആ മസാലയും ആ എണ്ണയ്ക്കെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സവാള കൊണ്ട് ആ മത്തിക്കുട്ടന്മാരെ ഒന്ന് പൊതിഞ്ഞ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 1-2 മിനിറ്റ് നേരിയ തീയിൽ അങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ ആ മസാലയുടെയും ആ സവാളയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ മീനിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മത്തി കത്തിയാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഗമയായിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയുമായി കാണാം.